നമസ്കാരം. തുരങ്കങ്ങൾ മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഗുഹകൾ പലപ്പോഴും പ്രകൃതി നിർമ്മിക്കുന്നതാണ്. ഗുഹകളിലും ആളുകൾ പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാ സംവിധാനമാണ് മാമോത്ത് ഗുഹ. നൂലാമാലകൾ പോലെ വഴിതിരിഞ്ഞു പോകുന്ന ധാരാളം ഗുഹയറക്കുള്ള സംവിധാനമാണ് മാമോത്ത് ഗുഹ. US കെൻറക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രകൃതി സംവിധാനമാണ്. ചുണ്ണാമ്പുകല്ലാണ് പ്രധാനമായും ഗുഹയുടെ ഘടന. ചുണ്ണാമ്പുകല്ലിൽ കാലങ്ങളോളം സംഭവിച്ച നശീകരണമാണ് ഗുഹയ്ക്ക് വഴിവെച്ചത്. 676 കിലോമീറ്ററാണ് ഈ ഗുഹാഭീമന്റെ നീളം. കേരള സംസ്ഥാനത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള നീളം 585 കിലോമീറ്ററാണ്. അതായത് മാമോത്ത് ഗുഹയ്ക്ക് കേരളത്തെക്കാൾ നീളമുണ്ടെന്നർത്ഥം. US കൊളോണിയൽ വാഴ്ചക്കാലത്ത് അടിമകളെ കൊണ്ടായിരുന്നു അപകടകരമായ ഈ ഗുഹയിൽ പര്യവേക്ഷണങ്ങളും സർവേകളും നടത്തിയിരുന്നത്. ഈ കൂട്ടത്തിൽ വളരെ പ്രശസ്തനാണ് അക്കാലത്തെ അടിമയും പിൽക്കാലത്ത് സ്വതന്ത്രനാക്കപ്പെട്ടയാളുമായ സ്റ്റീഫൻ ബിഷപ്പ്. ഈ ഗുഹയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സ്റ്റീഫൻ നിർണായകമായ സംഭാവനകൾ നൽകി. ഇന്നും ഗുഹാ കവാടത്തിനരികിൽ സ്റ്റീഫന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. അടിമകളെ യൂറോപ്യന്മാർ ഗുഹയ്ക്കുള്ളിലെ ഖനനത്തിനും ഉപയോഗിച്ചിരുന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന സ്പോട്ട് പീറ്റർ എന്ന രാസവസ്തു വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. 1812 US നടന്ന യുദ്ധങ്ങളിൽ തോക്കുകളും പീരങ്കികളും നിറച്ചിരുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചാണ്. 19ാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം US കീഴ്പ്പെടുത്തിയ കാലയളവിൽ ഒട്ടേറെ ക്ഷയരോഗികളെ ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു. ഗുഹയ്ക്കുള്ളിലെ വായു ഇവരുടെ ക്ഷയരോഗം സുഖപ്പെടുത്തുമെന്ന ചിന്തയായിരുന്നു ഇതിന് പിന്നിൽ. ഇവരിൽ പലരെയും ഓൾഡ് ഗാർഡ് സെമിത്തേരി എന്ന ശവപ്പറമ്പിലാണ് അടക്കിയിരിക്കുന്നത്. 4000 വർഷങ്ങളായി ഈ ഗുഹ ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. US ആദിമ ഗോത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കടുത്ത കാലാവസ്ഥ ഉടലെടുക്കുന്ന കാലത്ത് അവർ ഇവിടെ എത്തി താമസിച്ചിരുന്നു. ശവശരീരം പ്രത്യേക രീതിയിൽ ഉണക്കി കാലങ്ങളോളം സൂക്ഷിക്കുന്ന രീതി ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത്തരം ധാരാളം മമ്മികൾ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം പല കാലങ്ങളായി മരിച്ചവരുടെ അസ്ഥികൂടങ്ങളും മറ്റും അവശേഷിപ്പികളും US പ്രേതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയാണ് മാമോത്ത് ഗുഹ. 1816 മുതൽ തന്നെ ഈ ഗുഹാ സംവിധാനത്തെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നു. ഇന്നത് മാമോത്ത് കേവ് നാഷണൽ പാർക്ക് എന്ന ബൃഹത് വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ്. വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. നയാഗ്ര വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ US ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രകൃതി കേന്ദ്രമാണ് മാമോത്ത് കേവ് നാഷണൽ പാർക്ക്. പക്ഷികളും ചെറുമൃഗങ്ങളും മീനുകളും ഉൾപ്പെടെ 130 സ്പീഷീസുകളെ ജീവികൾ ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്നു. ഇതിൽ 12 സ്പീഷീസുകൾ ഇവിടെ മാത്രമുള്ളവയാണ്. സദേൺ കേവ് ഫിഷ്, ആൽബിന ഷ്രിംപ്, ഇന്ത്യാന ക്രേ ഫിഷ് തുടങ്ങിയ ജലജീവികൾ, ഇന്ത്യാന ബാറ്റ്, ഈസ്റ്റേൺ പീപ്പിസ്ട്രെല്ല ബാറ്റ് തുടങ്ങിയ വവ്വാലുകളും തുടങ്ങിയവയൊക്കെ ഇവിടെയുണ്ട്. ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഗുഹകളിൽ നീളത്തിലെ രണ്ടാമൻ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റമ ഡാക് അക്ടൂണാണ്. 335 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. മൂന്നാമത്തെ നീളൻ ഗുഹയും US ജൂവൽ കേവ് എന്നറിയപ്പെടുന്ന ഇതിന്റെ നീളം 289 കിലോമീറ്ററാണ്. മെക്സിക്കോയിലെ സിസ്റ്റമ ഓക്സ് ബെൽഹ, യുക്രൈനിലെ ഒപ്റ്റിമിസ്റ്റ് കേവ്, US ബിൻഡഡ് കേവ് എന്നിവയൊക്കെ 200 കിലോമീറ്ററിലധികം നീളമുള്ളതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. നന്ദി.